ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്ത്യൻ മത നേതാക്കൾ, മേലധ്യക്ഷന്മാർ, ചില ബിഷപ്പുമാർ ഉൾപ്പെടെ ഉള്ളവരെ ക്ഷണിച്ചിട്ട് ഒരു ക്രിസ്മസ് ആദരവ് സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് വിരുന്ന് എല്ലാം ഉണ്ട്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി ഈ ക്രിസ്ത്യൻ മത നേതാക്കളോട്, ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു. ക്രിസ്മസ് ആശംസകൾ നേർന്നു. എന്നിട്ട് അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞു, ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലം മുതൽ എല്ലാ വർഷവും ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ നിങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്, വിളിച്ച് ഇങ്ങനെ ക്രിസ്മസ് ആശംസകൾ നേരാറുണ്ട്. അദ്ദേഹം ആ ചരിത്രമൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോഗം പിരിഞ്ഞു പോയി. അപ്പോൾ രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളോട് താൻ കാണിക്കുന്ന ഒരു സ്നേഹം, കാരണം മത ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കരുതൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങളുടെ സംരക്ഷണം നമ്മുടെ കൈകളിലാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ഉണ്ടല്ലോ, ഒരു ഫീലിംഗ്, ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യമാണിത്. എത്രയോ മഹത്തായ ഒരു കാര്യമാണിത്. അതിൽ നമ്മൾ അഭിനന്ദിക്കണം, നമ്മുടെ പ്രധാനമന്ത്രി അഭിനന്ദിക്കണം, ഒരു സംശയമില്ല. പക്ഷെ അവിടെ ഈ യോഗത്തിൽ മണിപ്പൂർ പ്രശ്നമൊന്നും ഒരു ചർച്ചയായില്ലെന്നാണ് പിന്നാമ്പുറത്ത് കേട്ടത്. ഇത്രയും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുൾപ്പെടെ പോയി പങ്കെടുത്ത ഈ ക്രിസ്മസ് വിരുന്നിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു മത മേലധ്യക്ഷനോ അല്ലെങ്കിൽ നേതാക്കൾക്കോ പങ്കെടുത്തവർക്ക് മണിപ്പൂർ വിഷയം ചോദിക്കാൻ എന്തേ കഴിയാതെ പോയത്? ഞങ്ങൾക്കതിൽ ആശങ്കയുണ്ട്. അവിടെ സംഭവിച്ചില്ല എന്തെങ്കിലും ഒരു വാക്ക് ആരും പറഞ്ഞില്ല എന്നാണ് അറിയുന്നത്. മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ സർക്കാർ മെഷീനറി ഉപയോഗിച്ച് സ്പോൺസേഡായിട്ട് എത്രയോ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കിയ സംഭവം അടുത്ത കാലത്താണ്. നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചതേയില്ല. കാര്യങ്ങളൊക്കെ അമിത്ഷായെ ഏൽപ്പിച്ചത്. പറഞ്ഞാൽ പോലീസ് മെഷീനറി പിന്നെ എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം. അതേപ്പറ്റി ഈ വിരുന്നിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് ആശംസ സ്വീകരിച്ച, പ്രധാനമന്ത്രി ആശംസ സ്വീകരിച്ച ഒരാൾ പോലും ആ വിഷയം ഉന്നയിച്ചില്ല. അപ്പം നിങ്ങൾ ഈ വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും നേതാക്കളും നിങ്ങൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? നിങ്ങളുടെ ഇടയന്മാരെയാണ് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇനി അതൊരു വശം. രണ്ട്, ഇതേപോലെ നെഹ്റുവിൻ്റെ കാലം മുതൽ, ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ കാലം മുതൽ വേറൊരു പതിവും ഉണ്ടായിരുന്നു. അത് ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം തന്നെ മറ്റൊരു പതിവും ഉണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ കാലം മുതൽ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ മുതൽ, അത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കലാണ്. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ വർഷവും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാലമായ ആ നോമ്പ് കാലമായ അത് തീരുമ്പോഴുള്ള ഒരു ഇഫ്താർ വിരുന്ന്, അത് നെഹ്റു മുതൽ ഇങ്ങോട്ട് തുടർന്നു. നെഹ്റുവിന് ശേഷം വന്ന പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ, അതിനുശേഷം വാജ്പേയി, നോട്ട് ദ പോയിന്റ്, അത് ഞങ്ങളെടുത്ത് പറയും, നോട്ട് ദ പോയിന്റ്. വാജ്പേയി പോലും പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത്, BJP പ്രധാനമന്ത്രി, അന്നും മുടങ്ങാതെ അദ്ദേഹം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം അധികാരം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലം വന്നു. ഇടവേളയിൽ മറ്റ് പ്രധാനമന്ത്രിമാർ. ഇപ്പം ഈ നോമ്പ് കാലത്ത് ഇഫ്താർ മൻമോഹൻ സിംഗും തുടർന്നു, ആ പതിവ്, നെഹ്റു തുടങ്ങിയ പതിവ്. എന്നാൽ പറയട്ടെ, 2014 മുതൽ ഈ ഇഫ്താർ വിരുന്ന് നിർത്തലാക്കി. ഇപ്പം ക്രിസ്മസ് ആശംസകൾ നേർന്ന, ക്രിസ്മസിന് നേർന്ന നമ്മുടെ പ്രധാനമന്ത്രിയോട് നമ്മൾ ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് 2014 മുതൽ ഇഫ്താർ വിരുന്ന് നിർത്തലാക്കിയത്? പിന്നെ ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്ലേ ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ മതന്യൂനപക്ഷമാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളും മതന്യൂനപക്ഷമാണ്. നമ്മുടെ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇത്രയും കാലം തുടർന്നു വന്ന
ഒരു പതിവ് ക്രിസ്മസ് ചെയ്യുന്നത് പോലെ, ക്രിസ്മസ് ദിനത്തിൽ ചെയ്യുന്നത് പോലെ ഇഫ്താറിൽ നിന്നും സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിർത്തലാക്കിയത്? ഇത്രയും വർഷം 2014 മുതൽ 23 വരെ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം, ഇതിൻ്റെ വിലയിരുത്തൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് വിടുന്നു. അപ്പോൾ എവിടെയാണ്, എന്താണ് അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെരി ക്ലിയർ, വളരെ വ്യക്തം.